ഹോങ്കോങ് സെൻട്രൽ ഡിസ്ട്രിക്ട് സിറ്റിയുടെ എക്സ്പ്രസ് ഹൈവേയിലൂടെ പാഞ്ഞു വരുന്ന ആ കോൺവോ, അതെ, അതവരാണ് സീ സിൻഡിക്കേറ്റ്. അതിൽ തന്നെ ആ കറുത്ത ജീവാഗണിൽ നിന്നും പുറത്തിറങ്ങിയതാണ് സീ സിൻഡിക്കേറ്റിൻ്റെ തലതൊട്ടപ്പനായ ഇസക്കിയേൽ സോള. ആ തിരക്കേറിയ തെരുവിലൂടെ അവർ എത്തിച്ചേർന്നത് മാൽക്കം ഇൻ്റർനാഷണൽ ഹോട്ടലിലാണ്. അതെ, സീ സിൻഡിക്കേറ്റിൻ്റെ പരമപ്രധാനമായ പല തീരുമാനങ്ങളും എടുക്കുന്നത് മാൽക്കം ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ഹൈ ബോർഡ് മീറ്റിങ്ങിലൂടെയാണ്. ഇന്ന് അവരുടെ അജണ്ട ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിധിയെക്കുറിച്ചാണ്. ആ കൂടിച്ചേരലിന് ശേഷം ഹൈ ബോർഡിലെ ഓരോ അംഗങ്ങളുമായി പ്രത്യേക മീറ്റിങ്ങുകൾ നടത്തുകയാണ് സോളോ. അതിൽ തന്നെ എൻകൊളോ വിയേരയോട് സീ കോർപ്പിനെയും തങ്ങളെയും പറ്റി ഒരു ഹംഗേറിയൻ ഇൻ്റർപോൾ ഏജൻറ്റ് നിരന്തരമായി പിന്തുടരുകയാണെന്നും എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനമാക്കണമെന്നും സോള ആവശ്യപ്പെടുന്നു. ബുഡാപെസ്റ്റിലെ ഇൻ്റർപോൾ ആസ്ഥാനം. സമയം ഏതാണ്ട് 6 മണിയോടടുക്കുന്നു. സീ കോർപ്പിനെയും ഹൈ ബോർഡിലെ അംഗങ്ങളെയും പറ്റി തുടർ തിരച്ചിൽ നടത്തി വരികയാണ് ബെല്ല. ഇപ്പോഴും പെടുന്നനെ ബെല്ലയുടെ സിസ്റ്റം പ്രതികരിക്കാതെയായി. തുടർന്ന് മോണിറ്ററിൽ സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊരു സന്ദേശവും വന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റംസ് ഉള്ള ഇൻ്റർപോൾ ഡേറ്റാബേസ് ഹാക്കാവുകയോ? ഒരു നിമിഷം ബെല്ല ഞെട്ടിത്തരിച്ചുപോയി. ആ ആഘാതത്തിൽ നിന്നും ബെല്ല തിരിച്ചു വന്നത് നിർത്താതെയുള്ള ഫയർ അലാം കേട്ടുകൊണ്ടാണ്. അതെ, ഫയർ അലാമും ട്രിഗറായിരിക്കുന്നു. ഒപ്പം പുറത്തെ കോറിഡോറിലൂടെ ആളുകൾ ഭയന്നോടുന്നതും കണ്ടു. യെസ്, കോഡ് റെഡ് ഈസ് ആക്റ്റീവ്. ഒരു നീണ്ട ദീർഘശ്വാസമെടുത്ത ബെല്ലയെ ഞെട്ടിച്ചുകൊണ്ട് അത്യുഗ്രൻ ശബ്ദത്തോടുകൂടി ഒരു സ്ഫോടനം നടക്കുന്നു. തീജ്വാലകളും അളവില്ലാതെ പുകയും കൊണ്ട് അന്തരീക്ഷം മൂടുന്നു. പെട്ടെന്ന് തന്നെ ബെല്ലയുടെ ടേബിളിലെ സാറ്റലൈറ്റ് ഫോൺ ശബ്ദിച്ചു. ഭയത്തോടെ ബെല്ല ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. അതേസമയം ഫോണിൻ്റെ മറുവശത്തു നിന്നും അയാൾ സംസാരിച്ചു തുടങ്ങി. ഞങ്ങൾ ആരാന്നും എന്താണെന്നും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അരങ്ങേറിയ ഈ കലാപരിപാടികൾ. ഇൻ്റർപോൾ ഡേറ്റാബേസ് ഹാക്ക് ചെയ്യാനും സെക്യൂരിറ്റി അലാറം ട്രിഗർ ചെയ്യാനും പിന്നെ നിൻ്റെ ഫേവറേറ്റ് കാർ ഇതുപോലെ നിസ്സാരമായി പടക്കം പൊട്ടിച്ച് താർക്കാനും എനിക്ക് കഴിഞ്ഞെങ്കിൽ ഇനിയും എനിക്ക് എന്തൊക്കെ കഴിയുമെന്ന് നീ ഊഹിക്കുക. ഇപ്പം പൊട്ടിച്ച ബോംബ് നീ ആ കാറിനുള്ളിലായിരിക്കെ പൊട്ടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. ഇനിയും ഞങ്ങളുടെ കാര്യങ്ങൾ ഇടപെട്ടാൽ അങ്ങനെ പൊട്ടിക്കാനും ഞാൻ മടിക്കില്ല. ഇത് കേട്ടതും ബെല്ല ഓടി ജനലരികിൽ വന്ന് പുറത്തേക്ക് നോക്കി. തൻ്റെ കാർ ഒരു ജ്വലിക്കുന്ന തീഗോളമായി മാറിയ കാഴ്ച കണ്ട് അവളാകെ തകർന്നു. വിറങ്ങലിച്ച കൈകളാൽ അവൾ വീണ്ടും റിസീവർ ചെവിയിൽ വെച്ചു. മറുപുറത്തു നിന്നും പ്രതികരണമൊന്നുമില്ല. ബെല്ല തൻ്റെ സഹപ്രവർത്തകനായ ഏജൻറ്റ് ഫിൽ കോൾവിലിനോട് പറഞ്ഞു, അവർ തുടയും കഴിഞ്ഞു, ഇനി നമ്മളിത് തീർക്കാനായി ഇറങ്ങുകയാണ്. എന്നിട്ട് ഡ്രോയർ തുറന്ന് തൻ്റെ ബാൾജും ഹാൻഡ് ഗണ്ണും എടുത്ത് അവർ പുറത്തേക്ക് നടക്കുന്നു. അതേസമയം ഹോട്ടൽ മാൽക്കമിൽ സോള ഇപ്പോൾ ഗ്രേസ് അക്കിൻസണായി സംസാരിക്കുകയാണ്. സോള കോർപ്പിൻ്റെ മുൻ കൗൺസിലറായിരുന്നു ഗ്രേസ്. ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടറിലെ ഒരു അംഗമാണ്. സോളയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൾ. പൊതുവേ ധൈര്യശാലിയായ ഗ്രേസ് പക്ഷേ ഇപ്പോൾ കുറച്ച് ടെൻഷനിലാണ്. കനത്ത സുരക്ഷയുള്ള ശ്രീ പത്മനാഭ ട്രഷർ തന്നെ കൊള്ളയടിക്കുന്നതിലെ റിസ്ക് അവൾ സോളയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ബട്ട് സോള അതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. തങ്ങൾ എടുത്തിട്ടുള്ള മുൻകരുതലുകളെക്കുറിച്ച് ഗ്രേസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് സോള. അപ്പോൾ സോളയ്ക്കൊരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോൾ ഗ്രേസിനെ കാണിച്ച ശേഷം സോള പറഞ്ഞു, കണ്ടില്ലേ, വിളിക്കുന്നത് പെരുമാളാണ്, ഇന്ത്യയിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് തന്നെ എടുക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് ഗ്രേസ്. അതേസമയം ബെല്ലയും ഫില്ലും ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു സീക്രട്ട് ബ്രീഫ് കേസുമായി മറ്റൊരു ഏജൻറ്റ് വരുന്നു. ഹായ്, ഐ ആം ആഗ്നസ് റിച്ചാർഡ്സൺ ഫ്രം CIA. ബെല്ലയ്ക്ക് നേരെ കൈനീട്ടി അവൾ പറഞ്ഞു. ഹായ്, ഐ ആം ഹെയ്സൽ ബെല്ല, ഇൻ്റർപോൾ. ബെല്ല തിരിച്ചും പറഞ്ഞു. ഇതാ ഈ ബ്രീഫ് കേസ് നിങ്ങൾ അന്വേഷിക്കുന്നവരുടെ ചരിത്രമാണ്. ഇതിപ്പോൾ നിങ്ങൾക്കാണ് ആവശ്യം.